സർക്കാർ ഫയൽ അദാലത്ത് 3 തലങ്ങളിലായി നടക്കും. ത്രിതല അദാലത്ത് സെക്രട്ടേറിയറ്റ്, വകുപ്പ് മേധാവി ഓഫീസ്, പൊതുജന സമ്പർക്കമുള്ള സ്ഥാപനങ്ങൾ എന്നീ തലങ്ങളിലാണ് അദാലത്ത്. ജൂലൈ 1 മുതൽ ഓഗസ്റ്റ് 31 വരെ നടക്കുന്ന അദാലത്തിൽ സെക്രട്ടറിമാർ നേരിട്ട് മേൽനോട്ടം വഹിക്കും. വകുപ്പ് തല ക്രമീകരണങ്ങൾ ഉടൻ പൂർത്തിയാക്കണമെന്നും വകുപ്പ് സെക്രട്ടറിമാരുടെ യോഗത്തിൽ മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി. പ്രജിത് മോഹനൻ ചേരുന്നു. പ്രജിത്ത്, രാവിലെ 11:30-ക്കായിരുന്നല്ലോ ഫയൽ അദാലത്തുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി യോഗം വിളിച്ചത്. എന്തെല്ലാം തീരുമാനങ്ങൾ ആ യോഗത്തിൽ ഉണ്ടായി എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? രോഹിണി, ഫയൽ അദാലത്ത് 3 തലങ്ങളിൽ നടത്തുവാനാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ തീരുമാനമെടുത്തിരിക്കുന്നത്. ഒന്ന് സെക്രട്ടേറിയറ്റ്, പിന്നീട് വകുപ്പ് മേധാവിയുടെ ഓഫീസ്, തുടർന്ന് പൊതുജന സമ്പർക്കമുള്ള സ്ഥാപനങ്ങൾ എന്നീ രീതിയിൽ 3 തലങ്ങളിലായിട്ടാണ് ഫയൽ അദാലത്ത് നടത്തുക. ഈ ഫയൽ അദാലത്തിന് വകുപ്പ് സെക്രട്ടറിമാർ നേരിട്ട് മേൽനോട്ടം വഹിക്കും. അദാലത്തിൽ വീഴ്ച വരുത്തുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടി സ്വീകരിക്കാനും ഇന്ന് ചേർന്ന വകുപ്പ് സെക്രട്ടറിമാരുടെ യോഗത്തിൽ മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഫയൽ തീർപ്പാക്കൽ നടപടികൾ കാര്യക്ഷമമാക്കുന്നതിന് പോർട്ടൽ സംവിധാനം ഏർപ്പെടുത്താനും ചീഫ് സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വകുപ്പ് തല ക്രമീകരണങ്ങൾ ഉടൻ പൂർത്തിയാക്കണം. ഇതിൽ വകുപ്പുകളിൽ പ്രത്യേക യോഗങ്ങൾ വിളിച്ചു ചേർക്കണമെന്നും ഇന്ന് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ശരി, പ്രജിത്താണ് വിവരങ്ങൾ നൽകിയത്.